എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം. ഹൈഡ്രോളിക്സ് ലാബിന്റെ ഭാഗമായിട്ടുള്ള ടർബൈനുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ടർബൈൻസുകളിൽ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇമ്പൾസ് ടർബൈൻസും അതേപോലെ തന്നെ റിയാക്ഷൻ ടർബൈൻസും. അപ്പോൾ ഇമ്പൾസ് ടർബൈനിൽ വരുന്ന ഒരു ടർബൈനാണ് പെൽറ്റൺ വീൽ ടർബൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പെൽറ്റൺ വീൽ ടർബൈനിന്റെ പ്രവർത്തനം എങ്ങനെയാണ് അതിന്റെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്, അതിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ ടർബൈൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹൈഡ്രോളിക്സ് എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അതായത് കൈനറ്റിക് എനർജി ഓഫ് ഫ്ലൂയിഡിനെ നമ്മൾ എന്താക്കിയിട്ട് മാറ്റും, ഒരു ഷാഫ്റ്റിന്റെ റൊട്ടേഷണൽ എനർജി ആയിട്ട് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ടർബൈനിലേക്ക് വെള്ളം എത്തിക്കുന്നത് വലിയ ഡാമുകളിൽ നിന്നൊക്കെയുള്ള പെൻസ്ട്രോക്ക് പൈപ്പുകളിലൂടെയാണ്. നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്, ഇവിടെ നമുക്കൊരു റിസർവോയർ ഉണ്ട്. ഈ റിസർവോയറിലെ ഈ വെള്ളത്തിനെ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പൈപ്പിലൂടെയാണ് നമ്മൾ ടർബൈനിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഈ പൈപ്പിന്റെ സെൻട്രലായിട്ട് നമ്മൾ ഒരു വെഞ്ചുറി മീറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ വെഞ്ചുറി മീറ്ററിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിന്റെ പൈപ്പിന്റെ ഡിസ്ചാർജ് എത്രയാണെന്നുള്ളത് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ഈ പൈപ്പിനകത്തൂടെ ടർബൈനിലേക്ക് എത്തുന്ന ഈ വെള്ളം, ആ വെള്ളം ഒരു സ്പിയർ വാൽവിലൂടെ, ആ സ്പിയർ വാൽവ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു സ്പിയർ വാൽവ് ഉണ്ട്, ഉള്ളിലായിട്ട് കാണുന്നതാണ് സ്പിയർ വാൽവ്. ആ സ്പിയർ വാൽവിനെ കൺട്രോളിങ് മെക്കാനിസം ആണ് നമുക്ക് ഇവിടെ കാണുന്ന ഈ ഒരു വീൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിന്റെ ഡിസ്ചാർജിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ കാണുന്ന പെൽറ്റൺ വീലിനകത്തേക്ക്, അതിനെ റണ്ണർ ബക്കറ്റ്സ് എന്ന് പറയും, ഈ ബക്കറ്റ്സുകളിലേക്ക് വെള്ളത്തെ എത്തിച്ചുകൊണ്ട് അതിനെ കറക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു റൊട്ടേഷണൽ മോഷനിലേക്ക് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എനർജിയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത് പറയാം. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റണ്ണറിലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ഷാഫ്റ്റ് ഇവിടെ കാണാം. ആ ഷാഫ്റ്റിലായിട്ട് ഒരു ബ്രേക്ക് ഡ്രം ഡൈനാമോമീറ്ററും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഷാഫ്റ്റിന്റെ സ്പീഡിനെ സെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു സ്പീഡ് സെൻസർ അല്ലെങ്കിൽ RPM സെൻസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മുടെ ഈ ഒരു ഡയറക്റ്റ് ഉള്ള പാനൽ ബോർഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ഇനി നമുക്ക് കാണേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ ഏതൊക്കെ ടൈപ്പ് പ്രഷറുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന്, നമ്മളെ ടർബൈനിലേക്ക് ആക്ട് ചെയ്യുന്ന പ്രഷർ എത്രയാണെന്നുള്ളത് നമുക്ക് നോട്ട് ചെയ്യണം. ടർബൈനിലേക്ക് ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് എത്ര ഉയരത്ത് നിന്നാണ്, എത്രയാണ് അതിന്റെ ഒരു റേറ്റഡ് സപ്ലൈ ഹെഡ് എന്നുള്ളതാണ്. അപ്പൊ ആ റേറ്റഡ് സപ്ലൈ ഹെഡ്, ഇതിന്റെ മാക്സിമം റേറ്റഡ് സപ്ലൈ ഹെഡ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 45 മീറ്റർ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗേജിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഗേജിൽ 4.5 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ പ്രഷർ ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം 45 മീറ്ററിൽ നിന്നാണ് ആ ഒരു വെള്ളം അതിലേക്ക് എത്തുന്നത് എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ പ്രഷർ ഗേജ് കണക്ട് ചെയ്തിരിക്കുന്നത് നേരെ ടർബൈനിന്റെ ഇൻലെറ്റിലേക്കാണ്. എല്ലാ കൺട്രോളിങ്ങും കഴിഞ്ഞതിന് ശേഷം ടർബൈനിലേക്ക് ആക്ട് ചെയ്യുന്ന ഭാഗത്താണ് നമ്മൾ അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രഷർ ഗേജ്, ഓക്കെ, അത് നമ്മൾ മെഷർ ചെയ്യുന്നത് കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയറിൽ തന്നെയാണ്. ഔട്ടർ റീഡിംഗ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ആ ഒരു ഗേജ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് വെഞ്ചുറിയുടെ ഇൻലെറ്റിലേക്കാണ്. ഓക്കെ, അപ്പൊ ഈ വെഞ്ചുറിന്റെ ഇൻലെറ്റ് സൈസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോഴേ നമുക്ക് ഡിസ്ചാർജ് നമുക്ക് എത്രയാണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. വെഞ്ചുറിന്റെ ഇൻലെറ്റ് സൈസ് എന്ന് പറയുന്നത് 50 mm ആണ്. ഓക്കെ, ഈ ഒരു വെഞ്ചുറി മീറ്ററിന്റെ ഇൻലെറ്റ് സൈസ് എന്ന് പറയുന്നത് 50 mm ആണ്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് ഇവിടെ ഒരു പ്രഷർ ഗേജ് കൂടി കൊടുത്തിട്ടുണ്ട്. ഈ പ്രഷർ ഗേജും കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയറിൽ തന്നെയാണ് മെഷർ ചെയ്യേണ്ടത്. ഔട്ടർ റീഡിംഗ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ആ ഗേജിന്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് വെഞ്ചുറിയുടെ ത്രോട്ടിലേക്കാണ്. ഓക്കെ, വെഞ്ചുറിന്റെ ത്രോട്ട് പ്രഷർ എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ അതിലൂടെ നോക്കുന്നത്. അപ്പൊ ഈ ത്രോട്ടിന്റെ ഡയമീറ്റർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. ത്രോട്ട് ഡയമീറ്റർ എന്ന് പറയുന്നത് 29.58 mm ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി ഈ വെഞ്ചുറി മീറ്ററിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ഡിസ്ചാർജ് വാൽവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഗേറ്റ് വാൽവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഗേറ്റ് വാൽവ് ക്ലോക്ക് വൈസ് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് പൊസിഷനിലേക്കും, അതേപോലെ തന്നെ ആന്റി ക്ലോക്ക് വൈസ് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ പൊസിഷനിലേക്കുമാണ് എത്തുന്നത്. ഇനി വാൽവുകളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഷർ ഗേജിലേക്കുള്ള വാൽവുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഒരു കണ്ടീഷൻ, അത് ഓപ്പൺ ചെയ്യുന്ന എപ്പോഴും റണ്ണിങ് കണ്ടീഷനിൽ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ വാൽവുകൾ പതുക്കെ ഓപ്പൺ ചെയ്യാവൂ. പെട്ടെന്നുണ്ടാവുന്ന പ്രഷർ ചിലപ്പോൾ ഈ ഗേജസിനെ ഡാമേജ് ആക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ റൺ ചെയ്ത് തുടങ്ങിയതിന് ശേഷം പതുക്കെയാണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്യേണ്ടത്. ഓക്കെ, പമ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ ഗേജസിലുള്ള റീഡിങ്സുകളെല്ലാം സീറോ കറക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതോ സീറോയിൽ തന്നെയാണോ നിൽക്കുന്നത്, അതോ കറക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ അതിനകത്ത് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു
എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് ഇതിന്റെ മാക്സിമം ലോഡ് എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം. അപ്പൊ ആ കണ്ടെത്തിയതിന് ശേഷമാണ്, കാരണം ഇതിന്റെ ഒരു പരമാവധി ലോഡിന്റെ മുകളിലേക്ക് നമുക്ക് ഇതിനകത്തേക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇതിന്റെ മാക്സിമം ലോഡ് നമ്മൾ കണ്ടെത്തണം. 2π nRT / 60 എന്നുള്ള ഇക്വേഷനിലൂടെ നമുക്ക് അതിന്റെ ഡാറ്റാസ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടെത്താൻ പറ്റും. ഇനി എക്സ്പെരിമെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് സഫീഷ്യന്റ് അളവ് വെള്ളം നമ്മുടെ റിസർവോയറിൽ ഇല്ലേ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. എല്ലാ വാൽവുകളും ഓഫ് പൊസിഷനിലല്ലേ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം. ഒപ്പം തന്നെ നമ്മളിവിടെ ഡെഡ് വെയിറ്റ് ഒന്നും തന്നെ നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം വേണം നമ്മൾ പവർ സപ്ലൈ ബട്ടൺ ഓൺ ചെയ്യാൻ. പവർ സപ്ലൈ ബട്ടൺ ഓൺ ചെയ്യുക. ഒപ്പം തന്നെ ഡെലിവറി വാൽവ് പതുക്കെ ഓപ്പൺ ചെയ്യാം. ബ്രേക്ക് ഡ്രം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ചൂടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ചൂടാവാതിരിക്കാൻ വേണ്ടി അതിന്റെ ഉള്ളിലേക്കുള്ള സഫീഷ്യന്റ് വാട്ടർ സപ്ലൈ കൂടി നമ്മൾ ഉറപ്പുവരും. ഷാഫ്റ്റ് ഇവിടെ റണ്ണിങ് കണ്ടീഷനിലാണ്. ഒപ്പം തന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ റേറ്റഡ് സ്പീഡ് എന്ന് പറയുന്നത് 1000 RPM കോൺസ്റ്റന്റ് ആക്കണം. അപ്പൊ കോൺസ്റ്റന്റ് സ്പീഡിലാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൺ ചെയ്തതിന് ശേഷം പ്രഷർ വാൽവുകൾ ഓരോന്നായിട്ട് പതുക്കെ ഓപ്പൺ ചെയ്യാം. RPM എത്തിയതിനു ശേഷം നമ്മുടെ ഡെഡ് വെയിറ്റ് ഡൈനാമോമീറ്ററിലേക്ക് പ്ലേസ് ചെയ്യാം. സോ ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു ഷാഫ്റ്റിനെ ബ്രേക്കിംഗ് അപ്ലൈ ആവുകയും അതിന്റെ സ്പീഡ് കുറയുകയും ചെയ്യും. അപ്പൊ ആ കുറയുന്നത് എത്രത്തോളം കുറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് വീണ്ടും 1000 RPM നമ്മൾ വീണ്ടും അതിനെ സെറ്റ് ചെയ്യേണ്ടത്. ഡിസ്ചാർജ് വാൽവിനെ വീണ്ടും ഓപ്പൺ ചെയ്തുകൊണ്ട് സ്പീഡ് ഇൻക്രീസ് ചെയ്യും. നമ്മൾ പ്ലേസ് ചെയ്ത ഡെഡ് വെയിറ്റ് 2 kg, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെയുള്ള സ്പ്രിംഗ് ബാലൻസിൽ 0.3 കിലോഗ്രാം കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ രണ്ട് റീഡിങ്സ് നമ്മൾ നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ പ്രഷർ ഗേജിൽ ടർബൈൻ ഇൻലെറ്റ് പ്രഷർ 1.2, വെഞ്ചുറി ഇൻലെറ്റ് പ്രഷർ 3.9, അതേപോലെ തന്നെ വെഞ്ചുറി ത്രോട്ട് പ്രഷർ 3.2. ഈ റീഡിങ്സ് ആണ് നമുക്ക് നോട്ട് ചെയ്യേണ്ടത്. ടർബൈനിൽ നമ്മൾ കൊടുക്കുന്ന ഡെഡ് വെയിറ്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന സ്പ്രിംഗ് വെയിറ്റ്, ടർബൈൻ ഇൻലെറ്റ് പ്രഷർ, വെഞ്ചുറി ഇൻലെറ്റ് പ്രഷർ, വെഞ്ചുറി ത്രോട്ട് പ്രഷർ. ഇത്രയും റീഡിങ്സ് ആണ് നമ്മൾ ഒരു സെറ്റ് റീഡിങ്സിന്റെ ഭാഗമായിട്ട് എടുക്കേണ്ടത്. അടുത്തതായി ഇതിന്റെ ലോഡിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇപ്പൊ എടുത്ത അതേ റീഡിങ്സുകൾ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, പവർ ബട്ടൺ ഓഫ് ചെയ്യാം. പവർ ബട്ടൺ ഓഫ് ചെയ്തതിന് ശേഷം ഡിസ്ചാർജ് വാൽവ് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്യാം. അതിനുശേഷം പ്രഷർ വാൽവുകൾ പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്യും.
ഇത്രയാണ് നമുക്ക് ഈ അപ്പാരറ്റസ് നിന്ന് എടുക്കാനുള്ള റീഡിങ്സുകൾ. ഒന്നുകൂടെ പറയാം. ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡെഡ് വെയിറ്റ്, രണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്പ്രിംഗ് ബാലൻസിലായിട്ട് നമുക്ക് ലഭിക്കുന്ന വെയിറ്റ്, 3 പ്രഷറുകളാണ് നമുക്ക് പിന്നീട് എടുക്കാനുള്ളത്. ആ 3 പ്രഷർ എന്ന് പറയുന്നത് ഒന്ന് ടർബൈൻ ഇൻലെറ്റ് പ്രഷറാണ്, മറ്റൊന്ന് വെഞ്ചുറി ഇൻലെറ്റ് പ്രഷറാണ്, മറ്റൊന്ന് വെഞ്ചുറി ത്രോട്ട് പ്രഷറാണ്. ഇത്ര റീഡിങ്സ് ആണ് നമുക്ക് എടുക്കാനുള്ളത്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് കണ്ടെത്തേണ്ടത് മെക്കാനിക്കൽ എഫിഷ്യൻസി എത്രയാണെന്നുള്ളതാണ്, ടർബൈൻ്റെ മെക്കാനിക്കൽ എഫിഷ്യൻസി എത്രയാണെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻപുട്ട് പവറും കണ്ടെത്തണം, ഔട്ട്പുട്ട് പവറും കണ്ടെത്തണം. ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള റേഷ്യോ ആണ് മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാനുള്ളത്. താങ്ക് യു.